മജസ്റ്റിക് ജുവല്ലേഴ്സ്. യൂത്ത് ലീഗിന്റെ റോഡിൽ വാഴ നട്ട പ്രതിഷേധത്തെ പരിഹസിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ. മറ്റെവിടെയും വാഴ വെക്കാനില്ലാത്തതുകൊണ്ടാണ് വാഴകൾ വൈലത്തൂരിൽ വാഴ വെച്ചതെന്നും ഈ വാഴ കുലക്കില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. റോഡിന്റെ പ്രവൃത്തിക്ക് പണം അനുവദിച്ചതറിഞ്ഞാണ് പ്രതിഷേധം നടത്തിയത്. ഇതൊരു പഴയ സ്റ്റൈലാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. വട്ടത്താണി, പുത്തനത്താണി, കോട്ടക്കൽ, തിരൂർ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നടത്തിയ വാഴ നട്ടുള്ള പ്രതിഷേധത്തെയാണ് മന്ത്രി പരിഹസിച്ച് രംഗത്തെത്തിയത്. താനൂർ മണ്ഡലത്തിൽ എല്ലാ റോഡുകളും നല്ല രീതിയിലാണ്. മറ്റൊരിടത്തും വാഴ വെക്കാനില്ലാത്തതുകൊണ്ടാണ് വാഴ വെച്ചതെന്ന് മന്ത്രി പറഞ്ഞു. താനൂർ നിയോജക മണ്ഡലത്തിൽ നിലവിലുള്ള എല്ലാ റോഡുകളും ഏറ്റവും നല്ല റോഡുകളാണ്. പിന്നെ ചില റോഡുകളിൽ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ റോഡുകളാണ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള റോഡുകൾ. അത്തരം റോഡുകളും നല്ല രീതിയിൽ പരിപാലിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ താനൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊന്മുണ്ടത്തുള്ള ഒരു റോഡ് ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ 71 അതിൽ ഒരു പൈപ്പിടൽ നടക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പൂർത്തിയാക്കി അവർ കത്ത് തന്നാൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമരം നടത്തിയതായി അറിഞ്ഞു. വാഴവെക്കൽ മറ്റൊരു സ്ഥലത്തും വാഴവെക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ വാഴ കൊടുത്ത് വെച്ചത്. പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞു നടത്തുന്ന ഈ സമരം പഴയ സ്റ്റൈലാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പണം 2.5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ AS വന്നു, TS വന്നു. ഈ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് ആരോ 2 നേതാക്കൾ അവിടെ PWD ഓഫീസിൽ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ തങ്ങളുടെ ഡിമാൻഡ്. ഇതൊരു പഴയ സ്റ്റൈലാണ്. എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ഇവിടെ ടെൻഡർ വിളിക്കാൻ പോകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്ത് അത് നടപ്പിൽ വരുത്താൻ ഞങ്ങളാണ് മുൻകൈ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാഴകളാണ്. അതിനൊന്നും ഇപ്പോൾ നല്ല രീതിയിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. വാഴ അത് മുളക്കൂല. ഏതായാലും പിന്നെ പാറമിൽ കൊണ്ട് വാഴ വെച്ചാൽ വാഴ എന്തായാലും കുലക്കൂല. അത് മനസ്സിലാക്കിയാൽ മതി.